യമനിൽ വെച്ച് നിമിഷപ്രിയ എന്ന മലയാളിക്ക് വധശിക്ഷ വിധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ ഇടപെടുമോ എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായങ്ങളൊക്കെ മലയാളം ചാനലുകളിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. 2017 കൊലക്ക് ആസ്പദമായിരിക്കുന്ന സംഭവങ്ങൾ നടന്നത്. നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ആശുപത്രിയുടെ ഉടമസ്ഥനായിരുന്ന യമൻ പൗരനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി വിഷം കൊടുത്ത് ബോധരഹിതനാക്കിയ ശേഷം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ഈ മാസം 30-ാം തീയതി ഡിസംബർ 30-ന് നിമിഷപ്രിയക്ക് ഇതിൽ പങ്കാളിത്തം തെളിഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വധശിക്ഷ വിധിക്കുകയും അത് യമന്റെ പ്രസിഡന്റ് ശരിവെക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇത് വലിയ രീതിയിലുള്ള സജീവമായ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഈ നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കെങ്കിൽ മാത്രമേ നടക്കൂ എന്ന തരത്തിലാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ യമനിലുള്ള പ്രവാസി സംഘടനകളൊക്കെ ചെയ്തിരുന്നു. അത് വലിയ സംഖ്യ അവർ ചോദിച്ചതുമായി ബന്ധപ്പെട്ടും അത് ശരിയല്ലെന്നും ശരിയാണെന്നുള്ള രണ്ട് അഭിപ്രായങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊന്നും ബ്ലഡ് മണി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് 50 മില്യൺ റിയാൽ ആവശ്യപ്പെട്ടു. വലിയ സംഖ്യ വക്കീൽ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇത് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും അതൊരു ഏകോപനമില്ലാത്തൊരു സ്ഥിതി വിശേഷത്തിലൊക്കെ കാര്യങ്ങൾ പോയി. അതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ ഉപവിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശനത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെത്തുന്നത്. രാജ്യത്തെത്തിയോടനുബന്ധിച്ച് പത്രക്കാരുടെ ചോദ്യങ്ങൾക്കിടയിലാണ് യമന്റെ ജയിലിലുള്ള നിമിഷപ്രിയ എന്ന് പറയുന്ന മലയാളിയായിരിക്കുന്ന പാലക്കാട് സ്വദേശി വധശിക്ഷയ്ക്ക് വിധേയമായിരിക്കുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇടപെടൽ നടത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. മാനുഷികപരമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ തങ്ങൾക്ക് താല്പര്യമുണ്ട്, തങ്ങളത് ചെയ്യാം എന്ന് ഇറാന്റെ ഉപവിദേശകാര്യമന്ത്രി പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. അതിന്റെ കാര്യം എന്ന് പറയുന്നത് യമനും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്. യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തികളും തമ്മിൽ നല്ല ബന്ധമാണ്. അവിടുത്തെ അസൻ നസ്രുള്ളയുടെ വിഭാഗത്തിന് ഈ ഇറാനിലുള്ള ഷിയാ മലീഷ്യകളുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുണ്ട്. യമന്റെ തലസ്ഥാനമായിരിക്കുന്ന സെനയിൽ ഇറാന്റെ കേന്ദ്ര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. എംബസി, കോൺസുലേറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. സമാനമായ രീതിയിൽ ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ യമന്റെ കോൺസുലേറ്റും എംബസിയും പ്രവർത്തിക്കുന്നു. ഇവർ തമ്മിൽ വലിയ ബന്ധമുണ്ട്, ആശയവിനിമയം നടത്താറുണ്ട്, വലിയ സൗഹൃദമാണ്. അങ്ങനെയാണ് അവരുടെ ബന്ധകാര്യത്തെ പറ്റി പോകുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, യമന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന നിയമ വ്യവസ്ഥയിൽ തങ്ങൾ ഇടപെടാറില്ല, സ്വാധീനം ചെലുത്താറില്ല. അഭിപ്രായ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഞങ്ങളത് പറയാറുണ്ട് എന്ന തരത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് യമന്റെ പ്രസിഡന്റ് ഔദ്യോഗികപരമായ രീതിയിൽ തന്നെ ഏറ്റവും ഒടുവിലായിട്ടുള്ള വധശിക്ഷാ പ്രഖ്യാപനങ്ങൾ നടത്തിയതോടുകൂടി അത് ഏറ്റവും അവസാനത്തെ ഘട്ടമാണ്. ഇനി ഈ പ്രസിഡൻഷ്യൽ തലത്തിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റിനും അതിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു റോളുണ്ട്. അത് പറയാനുള്ള കാര്യം 2023 ഡിസംബർ 28-ന് 8ഓളം നേവി ഉദ്യോഗസ്ഥരെ ഖത്തർ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഇന്ത്യക്കാരായിരിക്കുന്ന നേവി ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് ഖത്തർ വിധേയമാക്കിയ ഒരു വലിയ സംഭവം ഉണ്ടായി. അത് ഈ സൈനികപരമായിരിക്കുന്ന രഹസ്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി ചോർത്തിക്കൊടുത്തു എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഖത്തറിന് മനസ്സിലായത്. വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നതോടുകൂടി ലോകം മുഴുവനും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റ് അതിൽ നേരിട്ട് ഇടപെട്ടു. അപ്പോൾ ഒരേ സമയത്ത് 8ഓളം ഇന്ത്യക്കാരായിരിക്കുന്ന നേവി ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അപമാനം തന്നെയായിരുന്നു. ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിരിക്കുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി, ഡയറക്റ്റായിട്ട് ഇടപെടലൊക്കെ നടത്തി. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ സർക്കാർ ഖത്തറിനോട് എന്താണ് പറഞ്ഞത്, ഖത്തർ എന്താ മറുപടി പറഞ്ഞത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതൊന്നും അറിയാത്തൊരു കാര്യമാണ്. ഏതായിരുന്നാലും വധശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ടുള്ളൊരു ഉത്തരവുണ്ടായി. അത് അത്ഭുതകരമായിരിക്കും സംഭവം. അറബ് രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു ഉത്തരവിലൂടെ മരവിപ്പിക്കുന്ന സംവിധാനം അപൂർവമാണ്. ഇത് രണ്ട് വിഷയമുണ്ട്. ഇത് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയതാണ്. രണ്ട്, രാജ്യത്തെ ഒറ്റുകൊടുത്തതാണ്. രാജ്യത്തെ ഒറ്റുകൊടുക്കുക എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണമായിരിക്കുന്ന അതിന്റെ അധികാരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്
ഗവൺമെൻറ് മാത്രമാണ്, അതിൽ വ്യക്തിക്കൊരു പ്രാധാന്യമില്ല. ഇവിടെ വ്യക്തിയെ കൊലപ്പെടുത്തിക്കുകയാണെങ്കിൽ അതിൽ 2 ഇടപെടൽ നടത്തണം. ഒന്ന്, ഗവൺമെന്റ് തലത്തിലുള്ള ശിക്ഷാ ഇളവുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഗവൺമെന്റ് ഇടപെടണം. വധശിക്ഷ റദ്ദ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ദിയാപണം പോലെയുള്ള സംവിധാനം നൽകിക്കൊണ്ട് കുടുംബം അതിന് മാപ്പ് നൽകുകയുമാണ്. നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് മാത്രം ഇടപെട്ട് തീരുന്ന വിഷയമല്ല, ആ കുടുംബത്തിന്റെ ഇടപെടലുകളും അവരുടെ മാപ്പപേക്ഷയും വളരെ നിർണായകമാണ്. ഏതായിരുന്നാലും ഗവൺമെന്റ് അതിൽ ഇടപെടുകയാണെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും ഈ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ഖത്തറുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് ഔദ്യോഗികമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു പ്രാധാന്യമായിരിക്കുന്ന റിപ്പോർട്ടൊന്നും ഇവിടെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടാവും, രഹസ്യമായ രീതിയിൽ നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇടപെട്ടിട്ടുണ്ടാവും. പക്ഷെ ഇടപെട്ട് കഴിഞ്ഞാലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് തലത്തിലാവുന്ന സമയത്ത് അതിന് വലിയ പ്രാധാന്യം യമൻ നൽകും, അല്ലെങ്കിൽ ഇറാൻ നൽകും. ഇറാനുമായും യമനുമായും ഇന്ത്യക്ക് നല്ല സൗഹൃദ ബന്ധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ ഫറൂഖ് സ്വദേശിയായിരിക്കുന്ന റഹീമിന്റെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ് പ്രവാസി സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതിന് വലിയ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ വധശിക്ഷ റദ്ദായി, അതിന് വലിയ ആശ്വാസമാണ്. മോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ അവസാനഘട്ട ചർച്ചകളൊക്കെ, അല്ലെങ്കിൽ അവസാനഘട്ട വിചാരണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നു വരുന്നു. അത് ഏറെക്കുറെ ഫൈനലായി കഴിഞ്ഞാൽ റഹീമിന് ഇറങ്ങാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതിൽ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. എംബസി മുഖാന്തരം, കോൺസുലേറ്റ് മുഖാന്തരം, ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ വകുപ്പ് മുഖാന്തരം ഒക്കെ ഇടപെടൽ നടത്തിയതിന്റെ ഫലമായി പണം നൽകിയത് സാധാരണക്കാരാണ്. ആളുകൾ പണമെടുത്ത് നൽകിയിട്ടാണ് ദിയാപണം ഒക്കെ സ്വരൂപിച്ചത് എങ്കിൽ പോലും ഇടപെടലുകൾ വലിയ പ്രാധാന്യത്തെ, വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. 18 വർഷമായി റഹീം ജയിലിലായിട്ട്. അപ്പോൾ ഗവൺമെന്റ് ശിക്ഷാ രീതി എന്ന് പറഞ്ഞാൽ 5 കൊല്ലമാണ്. 5 കൊല്ലത്തെ ശിക്ഷാവിധി കഴിഞ്ഞാൽ ഒന്നുകിൽ മുസ്ലിം രാജ്യത്തൊക്കെ ആ നിയമങ്ങൾ ഒരേ രീതിയിലാണ് നിലനിൽക്കുന്നത്. 5 വർഷത്തെ ശിക്ഷാവിധി കഴിഞ്ഞാൽ ഒന്നുകിൽ എന്ത് ചെയ്യാൻ പറ്റും? മോചിപ്പിക്കാൻ പറ്റും, അതല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പറ്റും. അപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയമാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ മാപ്പ് നൽകി കഴിഞ്ഞാൽ അവിടെ മോചിപ്പിച്ചു പുറത്തിറങ്ങാം. മാപ്പ് നൽകുന്നില്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കാൻ ഗവൺമെന്റ് നിയമപ്രകാരം അവിടെ അധികാരമുണ്ട്. ഇനി ഈ 4 വർഷത്തിന് മുൻപ് ആരെങ്കിലും മാപ്പ് കൊടുത്താലും, ഈ 5 വർഷത്തിന് മുമ്പ് മാപ്പ് കൊടുത്താലും, ഈ 5 വർഷം എന്ന് പറയുന്ന ശിക്ഷാ കാലാവധി അല്ലെങ്കിൽ ശിക്ഷ ഈ പ്രതി അനുഭവിക്കണം എന്ന കാര്യത്തിൽ ആ സംശയമില്ല. അത് രാജ്യത്തിന്റെ നിയമമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വർഷമായി നിമിഷപ്രിയ ജയിലായിട്ട്, ഒരുപാട് വർഷമായി റഹീം ജയിലായിട്ട്. വല്ലാത്ത രീതിയിലുള്ള മാനസിക വിഷയ പ്രശ്നങ്ങൾ 2 കൂട്ടരും അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് യമൻ സർക്കാരുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശിക്ഷാ ഇളവ് നീട്ടിക്കിട്ടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇറാൻ ഇതിൽ ഇടപെടുമോ ഇല്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു പൂർണ്ണ രൂപം വന്നിട്ടില്ല. ഇറാനും യമനും തമ്മിൽ നല്ല സൗഹൃദവും നല്ല ബന്ധവും ഇറാന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇറാന് വേണ്ടിയിട്ടാണ് ഈ യമൻ യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോലും തെറ്റായിരിക്കുന്ന കാര്യമല്ല. അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ മുഴുവനും യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തി വിഭാഗത്തിന് ഇറാനാണ് നൽകുന്നത് എന്ന് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വലിയ ബന്ധവും വലിയ സൗഹൃദവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നയതന്ത്ര ബന്ധത്തിൽ ഈ വിഷയത്തിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ ഒരുപക്ഷെ ചിലപ്പോൾ ഗുണപരമായിരിക്കുന്ന ഒരു ഫലമുണ്ടാവും, ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുള്ള ഖത്തറിന്റെ ഉദാഹരണം നമ്മൾക്ക് പ്രത്യേകമായ രീതിയിൽ ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. 2017 കൊലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിൽ വലിയ രീതിയിലുള്ള കേസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് നിഷേധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ഈ നിമിഷപ്രിയയായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക വിഷയകാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ കോടതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏറെക്കുറെ അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എവിടെയാണ് തട്ടിത്തൂത്ത് പോയതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഏതായിരുന്നാലും ഇറാന്റെ ഈ ഉപവിദേശകാര്യ മന്ത്രിയുടെ ഇടപെടൽ ഇതിന് വലിയ ഗുണമുണ്ടാവട്ടെ എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.